ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുള്ളത് തായിഫിലാണ്. തായിഫിൽ റസൂൽ ഒരു വർഷം നിന്ന വീടും അവിടെ പുണ്യമാക്കപ്പെട്ട പള്ളിയും സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അത് നിങ്ങൾക്ക് ഒരു വ്ളോഗാക്കി നമ്മൾ കാണിക്കാം. സയ്യിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പള്ളിയാണിത്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന പുണ്യമാക്കപ്പെട്ട പള്ളിയാണിത്. ഇത് സ്ത്രീകളുടെ ഭാഗമാണ്. ഈ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വളരെ പുണ്യമാക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ കയറി രണ്ടാക്കാത്ത സുന്നത്ത് നിസ്കരിച്ച് അസ്ർ നിസ്കരിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ സ്ത്രീകളുടെ ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാൻ. പുരുഷന്മാരുടെ ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെയൊന്നല്ല കേട്ടോ നിസ്കരിച്ച്, ഞാൻ പർദ്ദയൊക്കെ ഇട്ടിട്ടാണേ. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പം 2 ഡോറുണ്ട് നമ്മളെ സ്ത്രീകളുടെ നിസ്കാര സ്ഥലത്തേക്ക് കയറാനായിട്ട്. പള്ളിയുടെ ചെറിയൊരു ഭാഗം ഞങ്ങൾ എടുത്ത പോയല്ലായിരുന്നു, ഒന്ന് കണ്ടോളൂ. നമ്മളിവിടെ നിന്ന് ഇറങ്ങി റസൂൽ തായിഫിൽ നിന്ന് വീട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് പുരുഷന്മാരുടെ ഭാഗം നിന്ന് സൈഡ് നമ്മളൊന്ന് കാണിച്ചു തരികയാണ്. അപ്പം നമ്മളിതാ ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെടുന്നതാണ്. ഇതാണ് സ്ത്രീകളുടെ അകത്തേക്ക് കടക്കുന്ന വാതിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പം നമ്മൾ റസൂൽ തായിഫിൽ ഒരു വർഷം നിന്ന വീട്ടിലേക്ക് എത്തി നമ്മൾ. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന വീടാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് കല്ലെറിഞ്ഞത്. അങ്ങനെ നബി നിസ്കരിക്കുമ്പോൾ ശത്രുക്കൾ വലിയ പാറക്കല്ല് മുകളിൽ നിന്ന് ഉരുട്ടി വിടുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചു. ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് തടഞ്ഞു നിർത്തിയ പാറക്കല്ലാണിത്. ഈ 2 ചെറിയ കല്ല് വെച്ചാണ് തടഞ്ഞു നിർത്തിയത്. ഇന്നും അത് അവിടെ നിലനിൽപ്പുണ്ട് വീഴാതെ. ഇതാണ് വീടിനടുത്തുള്ള മിമ്പർ. ആ വെള്ള ടാങ്കിൻ്റെ ചുവട്ടിൽ കല്ല് വെച്ചുള്ള നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ID ലിയ ഷെരീഫ്. ഉമ്മച്ചി പറഞ്ഞത് കേട്ട് അനുസരിച്ചാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനതനുസരിച്ച് ചെയ്യുന്നതാണ്. ബൈ.